നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടെന്ന ആവശ്യവുമായി ഭർത്താവ് ജോർജ് ജോസഫ് CPM-ന് കത്ത് നൽകി. കുടുംബപരമായ കാരണങ്ങളാലാണ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത തോമസ് ഐസക് ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിലേക്ക് അറിയിച്ചിട്ടുണ്ട്. വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായതിനാൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. കുടുംബപരമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് ജോർജ് CPM നേതാക്കളെ അറിയിച്ചിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറിയാണ് ജോർജ്. സംസ്ഥാന ജില്ലാ ഏരിയ നേതാക്കളോട് ജോർജ് ഫോണിലൂടെയും ചിലരോട് നേരിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏരിയ തലത്തിലുള്ളവർ ജില്ലാ തലത്തിലേക്കും ജില്ലാ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്കും വിവരം കൈമാറി. വീണ ജോർജിനോടും ഭർത്താവിനോടും ചോദിച്ച് നിജസ്ഥിതി അറിയാനുള്ള നീക്കം സംസ്ഥാന നേതൃത്വം തുടങ്ങിയിട്ടുണ്ട്. ആറന്മുള സിറ്റിംഗ് MLA ആയ വീണ ജോർജിനെ അവിടെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ജില്ലാ കമ്മിറ്റി വീണയുടെ പേരല്ലാതെ മറ്റൊരു പേരും ശുപാർശ ചെയ്തിട്ടില്ല. 2016-ൽ പുതുമുഖ സ്ഥാനാർത്ഥിയായിട്ടാണ് വീണ ജോർജ് CPM ചിഹ്നത്തിൽ ആറന്മുളയിൽ മത്സരിച്ചത്. 2021-ലും ജയം ആവർത്തിച്ചു. 2019-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് മത്സരിച്ചെങ്കിലും ജയിക്കാനായില്ല. ജോർജിൽ നിന്ന് ഇത്തരം ഒരു ആവശ്യം ഉണ്ടായിരിക്കുന്നത് CPM-നെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ വീണ ജോർജ് കൊടുമണ്ണിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. എന്തായിരിക്കും സംസ്ഥാനതല നേതൃത്വത്തിന്റെ തീരുമാനമെന്ന് നമുക്ക് ഉടൻ തന്നെ അറിയാൻ പറ്റും. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ കണ്ടായിരുന്നോ? ഞാനെങ്ങനെ കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചൊരെണ്ണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.